ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഓറക്സ് വില്ലേജ് ആണ്. ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് വളരെ കുറച്ച് ദൂരം, ഒരു കിലോമീറ്റർ താഴെയേ ഉള്ളൂ. 12 മിനിറ്റ് യാത്ര. അപ്പോൾ നമ്മൾ നടന്നങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു ഓരം പിടിച്ച് നടന്നു തുടങ്ങി. ഇനിയും 10 മിനിറ്റ് നടക്കണം. വൈകിട്ടത്തേക്കൊരു വ്യായാമം കൂടെ ആവുമല്ലോ. ജസ്റ്റ് ഒന്ന് നടന്നു പോയേക്കാം. അയ്യോ, ഫോണടി കേട്ടപ്പോൾ എന്നെ കൊണ്ട് ഇടിച്ചെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ഓറക്സ് വില്ലേജ് എത്തി. റെസ്റ്റോറൻ്റ് ഉണ്ട്, പ്ലേ ഏരിയ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. വില്ലേജ് കഫേ, ബേബി കെയർ, പാർട്ടി ഏരിയ, അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ ഓപ്പൺ ആയോ എന്നറിയില്ല, പോയി നോക്കാം. ഓറക്സ് വില്ലേജിലേക്കുള്ള എൻട്രൻസ് ആണ്. കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു പ്ലേ ഏരിയ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോട്ടലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ വെച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്താനായിട്ട് ആ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഡെലിവറിയൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ തന്നെ ആപ്പും ഉണ്ട്. അകത്തോട്ട് കയറുന്ന വഴി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ആ കുടത്തിൻ്റെ സൈഡിലെ വെള്ളവും, അതിനകത്ത് മീനുണ്ട്. മീനെ ഫീഡ് ചെയ്യരുതെന്നും അവരെഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് ഹോട്ടലിനകത്തേക്ക് കയറാം. വലിയൊരു കവാടം തുറന്നാൽ നിറയെ ആൾക്കാർ. അങ്ങനെ ഇതാണ് നമ്മുടെ മെനു കാർഡ്. മെനു കാർഡ് വെരി ബിഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. കണ്ടോ, ഇത്രയുണ്ട്. എല്ലാം കൂടെ നോക്കി മെനക്കെടായിരുന്നില്ല. ഞാൻ എന്തായാലും കബാബ് ഐറ്റംസോ ഇതൊന്നും കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ആർട്ട് നമ്മുടെ എവിടേക്കോ നാട്ടിലെ ഹോട്ടലുകളിൽ കണ്ടതായിട്ട് ഓർക്കുന്നു. ഒരു നടുത്തളം, ഒരു നാലുകെട്ടിനെയൊക്കെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ പോലെ എനിക്ക് തോന്നി. ഈ ഒരു റൗണ്ട് നിറച്ച് സീറ്റുകളും, സീറ്റുകളല്ല, ടേബിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടേക്കുന്നതായിട്ട് തോന്നി. ഇവിടെ ഒരു കുഞ്ഞ് സീറ്റാണ് ഞാനിവിടെ ഇരുന്നാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ വെയിറ്റിംഗ് പീരീഡൊന്നും അല്ല കേട്ടോ. നമ്മുടെ പ്ലേറ്റ് എത്തി അധികം വൈകാതെ തന്നെ ഫുഡ് വരുമെന്നാണല്ലോ അതിൻ്റെ ഒരു വെയ്പ്പ്. ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്തതിൽ ചെമ്പല്ലിയാണ് വന്നത്. ഇവരതിന് 2 പീസായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ തവ ഫ്രൈ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പ്രസൻറ്റേഷൻ ഈസ് വെരി ഫൈൻ. നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. മസാലയൊക്കെ ഇങ്ങനെ പെരണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ വിശപ്പും കൂടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു പ്രോൺസിൻ്റെ മാങ്ങാക്കറിയാണത് ആ ചട്ടിയിൽ കൊണ്ടുവന്നത്. അതിനകത്ത് പ്രോൺസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എവിടെയായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഓർഡർ ചെയ്തു. അപ്പം കൂടാതെ ഒരു നെയ്പ്പത്തൽ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെമ്പല്ലിയിൽ നിന്ന് തുടങ്ങാം. നാരങ്ങ അങ്ങോട്ട് മാറി. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായ ചൂടാണ്. അതുകൊണ്ട് എനിക്ക് പിടിക്കാനുള്ള പാട്. എൻ്റെ കൈ പൊള്ളി ഗൈസ്. അങ്ങനെ ഈ ചെമ്പല്ലി കഴിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാം. തുടക്കം ഗംഭീരമാണെങ്കിൽ ബാക്കി എല്ലാം ഗംഭീരമാവുമല്ലോ എന്ന പ്രതീക്ഷയോടെ ശകലം ചെമ്പല്ലി ഞാൻ കഴിക്കുന്നു. ആ ചെമ്പല്ലി എന്നെ അസാധ്യമായി ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ തോറ്റു, ചെമ്പല്ലി ജയിച്ചു. ശരിക്കും അത് വല്ലാത്ത അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തതെന്ന് പറയരുത്, അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്കൊരു അപ്പം ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അപ്പമല്ല. ഞാൻ വിചാരിച്ചു സാധാരണ പല ഹോട്ടലിൽ നിന്ന് 2 വാങ്ങിച്ചാൽ 2 കൂടെ ഒട്ടിപ്പിടിച്ച് അവസാനം പിടിച്ച് എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ പ്രോൺസിൻ്റെ കൂടെ, ചെമ്മീൻ്റെ കൂടെ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു ചെമ്മീനുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി കൂടെ എടുക്കാം. കുറച്ച് ഗ്രേവി കൂടെ എടുത്ത് അതിൻ്റെ നടുക്ക് ഒഴിക്കാം. സൈഡിൽ നിന്ന് ശകലം പിച്ചെടുക്കുന്നു. ആ നടുക്കത്തെ ഗ്രേവിയും കൂട്ടി ഒരു പിടി പിടിക്കുന്നു. ഈ ഹോട്ടലുകാരനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധ്യമായ ടേസ്റ്റ് ആയിരുന്നു അത്. എന്നാൽ പിന്നെ ഒരു കൊഞ്ചു കൂടെ ചെമ്മീനെ കൂടെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഫ്രഷ്നെസ് ഞാൻ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നു. എന്താ പറയുക, വാക്കുകളില്ല അതിനെ വിവരിക്കാനായിട്ട്. അത്രയും കിടിലം ടേസ്റ്റാണ്. അങ്ങനെ ആ അപ്പം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് നെയ്പ്പത്തലെത്തി. പൂരി കൂട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ എന്താ എടുക്കുക, നമുക്ക് നമ്മുടെ ചെമ്മീൻ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ശരിക്കും ഇതിൻ്റെ കൂടെ ബീഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് തോന്നുന്നു നല്ലപോലെ ചേരുന്നത്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം ചെമ്മീനൊക്കെ അത്രയും ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ പിന്നെ ഈ ചെമ്മീൻ വെച്ച് തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു രീതി. അതും കഴിച്ചു. നെയ്പ്പത്തൽ ഇസ് കിടിലം. ഞാൻ ആദ്യമായിട്ടാണ് നെയ്പ്പത്തൽ എന്ന് പറയുന്ന ഒരു സംഭവം കഴിക്കുന്നത്.
സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. എക്സ്ട്രാ ഒന്നുകൂടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇത്രയും വലിയ ഫിഷും കഴിക്കണം, ഇതും കഴിക്കണം, എല്ലാം കൂടെ കഴിക്കണ്ടേ. അങ്ങനെ ഞാൻ അത് മുഴുവൻ ഫിനിഷ് ചെയ്തു. ഞാൻ ശരിക്കും തൃപ്തനാണ്, അടിപൊളിയായിട്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെ ഒരു ലൈവ് ഫിഷിൻ്റെ കൗണ്ടറുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടതിൽ ഇങ്ങനെ ഫിഷിനെ സെലക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് പഴയ വീഡിയോ ആയിരിക്കും, ഇപ്പോൾ അതൊന്നും കാണില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഫിഷസിൻ്റെ എണ്ണം കുറവ്, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. നിങ്ങൾ കിടക്കുന്ന കാറൊക്കെ കാണുന്നില്ലേ റൈറ്റ് സൈഡിൽ? സന്ധ്യ നല്ലപോലെ ആവുന്ന സമയത്ത് ഭയങ്കര തിരക്ക്. അതായത് ഞാൻ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും അസാധ്യമായ തിരക്കായിരുന്നു. ഇത് ഇപ്പം മെയിനായിട്ട് കരിമീനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഫിഷസ് എല്ലാം ഇരിപ്പുണ്ട്. ഇത്രയും ഫിഷും അന്ന് തന്നെ ചിലവാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നേരത്തെ കണ്ട ലെഫ്റ്റ് സൈഡിലെ ഡൈനിങ് ഏരിയ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഡിന്നർ കൂടെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം തിരിച്ചു പോവുക എന്നുള്ളതാണ്. അങ്ങനെ കാഞ്ഞങ്ങാട്ടത്തെ നമ്മുടെ വീഡിയോയിലെ നമ്മുടെ ഫുഡ് സ്പോട്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്തത് നവനീതാണ്. നവനീതിൻ്റെ ചാനൽ ജോർബാർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കാണുക. ഇത്രയും നല്ലൊരു മനുഷ്യൻ. എല്ലാം പുള്ളിയുടെ സജഷൻസ് എല്ലാം വളരെ ബെസ്റ്റായിരുന്നു. അതിവിടെ മാത്രമല്ല, അന്ന് എറണാകുളത്ത് കാർത്തിയാനി ചെയ്ത അടക്കം പുള്ളിയുടെ സജഷനായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഞാൻ പതുക്കെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോമേ ഉടനെ കാണാം. ബൈ.